ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പണത്തിന് ആവശ്യം വന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നെങ്കിൽ ഒരു ചിട്ടിക്ക് ചേർന്ന് നമുക്ക് ആവശ്യമുള്ള പണം കണ്ടെത്തും, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ എടുത്ത് നമുക്ക് ആവശ്യമുള്ള പണം കണ്ടെത്തും. അപ്പോൾ ബാങ്ക് ലോണും ചിട്ടിയും ഇതിലേതാണ് നല്ലത്, അല്ലെങ്കിൽ ഇതിലേതാണ് ലാഭകരം? അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യത്തെയാണ്. തീർച്ചയായും നമ്മളൊരു ആവശ്യത്തിനായിരിക്കുമല്ലോ, പണത്തിൻ്റെ ഒരു ആവശ്യത്തിനായിരിക്കും നമ്മൾ ചിട്ടിയും ലോണും തമ്മിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? പെട്ടെന്നുണ്ടാകുന്ന ആവശ്യമൊന്നും, നേരത്തെ കൂട്ടി നമുക്കറിയാവുന്ന ആവശ്യമൊന്നും. അതായത് പെട്ടെന്ന് വരുന്ന ആവശ്യത്തിന് പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നു, അപ്പോൾ നമുക്ക് ചിട്ടിയിൽ ചേർന്ന് അത് പിടിച്ച് അത് കിട്ടി എടുക്കാനുള്ള സമയം നമുക്ക് കാണത്തില്ല. പക്ഷേ അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ലോൺ എടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ലോണിൻ്റെ കാര്യങ്ങളെന്ന് നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ഒരു സെക്യൂരിറ്റി, നമുക്ക് എന്താ സെക്യൂരിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അത് ബാങ്കിൽ കൊടുത്ത് അതിനവർ നമുക്കൊരു എമൗണ്ട് നിശ്ചയിക്കും. ആ എമൗണ്ട് നമുക്ക് ലോണായിട്ട് കിട്ടും. ആ ലോൺ എടുക്കുന്ന പിറ്റേ മാസം തൊട്ട് തന്നെ നമുക്ക് അതിൻ്റെ അടവ് അടച്ചു തുടങ്ങണം. മുതലും പലിശയും ചേർത്തായിരിക്കും അടയ്ക്കേണ്ടത്. പലിശ ആദ്യം കൂടുതലായിരിക്കും. അങ്ങനെ അടച്ചു വരുമ്പോൾ നമുക്ക് 1-2 മാസം ചിലപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? അടുത്ത മാസം നമ്മൾ അടയ്ക്കുമ്പോൾ പലിശ കുറച്ചുകൂടെ കയറും, അല്ലേ? പലിശ കുറച്ചുകൂടെ കയറും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ നമ്മുടെ കണ്ടും കേട്ട് നമുക്ക് അറിയാവുന്നതാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്ന് നമ്മുടെ എന്താണോ നമ്മൾ സെക്യൂരിറ്റി വെച്ചത് അത് ജപ്തിയായി പോകുന്ന കേസൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഇതൊക്കെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ സേവിങ്സ് കുറച്ചായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എങ്ങനെയാണ്? നമുക്ക് ചിട്ടി തീർച്ചയായും ഒരു സേവിങ് ആണ്, അല്ലേ? അപ്പം പെട്ടെന്നുണ്ടാകുന്ന ആവശ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നേരത്തെ തുടങ്ങി വെച്ചാൽ നമുക്ക് അതിൽ നിന്നൊക്കെ എടുക്കാം. പക്ഷേ അല്ലാതെ പെട്ടെന്ന് നമുക്ക് ചിട്ടി അങ്ങനെയൊന്നും ചേരാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാങ്ക് ലോണിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രമേ അവർക്ക് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ കൂട്ടി അറിയാവുന്ന ഒരു ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ബാങ്ക് ലോൺ എടുക്കുന്നതായിരിക്കും ചിട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും ചിട്ടി ചേരുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരു ചിട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ചിട്ടിയുണ്ട്, അല്ലേ? അതായത് പ്രൈവറ്റ് നടത്തുന്നതുണ്ട്, നമ്മുടെ അയൽക്കൂട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട്, സ്വകാര്യ വ്യക്തികൾ നടത്തുന്നുണ്ട്, സർക്കാർ നടത്തുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല ടൈപ്പ് ഓഫ് ചിട്ടികളുണ്ട്, പല എമൗണ്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ വലിയൊരു ആവശ്യത്തിന് തീർച്ചയായും നേരത്തെ കൂട്ടി നമുക്ക് അറിയാവുന്ന ഒരു ആവശ്യത്തിന് തീർച്ചയായിട്ടും നമുക്ക് വലിയ എമൗണ്ടിൻ്റെ ചിട്ടിയായിരിക്കും തുടങ്ങേണ്ടത്. അപ്പോൾ വലിയ എമൗണ്ടിൻ്റെ ചിട്ടി ഒരുപാട് പ്രൈവറ്റ് ഫേംസ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ സർക്കാർ നടത്തുന്ന ചിട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും KSFE തന്നെയാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ നോക്കുമ്പോൾ സർക്കാർ നടത്തുന്ന ചിട്ടിക്കാണ് നമുക്ക് കൂടുതൽ വിശ്വാസയോഗ്യം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും KSFE ചിട്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ച് ചേരാവുന്ന, ഒരുപാട് ആളുകൾ ചേർന്ന് അവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ചിട്ടിയാണ് KSFE. ഒരുപാട് സ്കീംസിലുള്ള ചിട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പല മാസങ്ങളിലും പല എമൗണ്ടിലായിട്ട് ചെറുതായിട്ടും വലുതായിട്ടും എല്ലാം തുടങ്ങുന്ന ഒരുപാട് ചിട്ടികൾ KSFE ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഉദാഹരണത്തിലേക്ക് പോവാം. അതായത് എനിക്ക് ഒരു 10 വർഷത്തിനകത്ത് എനിക്കൊരു വീട് വെക്കണം എന്ന് ഇപ്പോഴും ഞാൻ തീരുമാനിക്കുകയാണ്. ഇതെൻ്റെ ഇപ്പോഴത്തെ ആവശ്യമല്ല, എനിക്ക് വരാൻ പോകുന്ന ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ലോണും ചിട്ടിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ പോവാം. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപയാണ് എനിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യണം? ഒന്നീ ലോൺ എടുക്കണം, അല്ലെങ്കിൽ ചിട്ടിക്ക് കൊടുക്കണം. 10 വർഷം കഴിഞ്ഞ് വരുന്ന ആവശ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വെറുതെ കടം വരുത്തി വെക്കാതെ സേവ് ചെയ്യാനായിട്ട് നോക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇപ്പോഴേ ഒരു ചിട്ടിക്ക് ചേരാൻ പോവാണ്. അതായിരിക്കുമല്ലോ നല്ലത്. അപ്പം ഇപ്പോഴേ ചിട്ടിക്ക് തീർച്ചയായും ഞാൻ ചൂസ് ചെയ്യുന്നത് KSFE തന്നെയായിരിക്കും. അങ്ങനെ KSFE ചിട്ടി 10 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ചേരണമെങ്കിൽ നമുക്ക് 40 മാസം 25,000 രൂപ വെച്ച് അടയ്ക്കണം. 40 മാസം 25,000 രൂപ 10 ലക്ഷം, അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ ആദ്യത്തെ മാസം മാത്രം നമുക്ക് 25,000 ഫുൾ എമൗണ്ടായിട്ട് അടച്ചാൽ മതി. പിന്നെയുള്ള മാസങ്ങളിൽ തീർച്ചയായും ചിട്ടി ലേലത്തിന് പോകും. ലേലത്തിൽ പോകുന്നതനുസരിച്ച് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ട. തീർച്ചയായും കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 18,750 രൂപയായിരിക്കും ചിട്ടിയുടെ അടവ് കുറച്ച് നാളത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിവിഡൻഡിൻ്റെ ആൾക്കാർ ലേലം വിളിക്കുന്നതും ഡിവിഡൻഡിൻ്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യും? ചിട്ടിയുടെ പിന്നുള്ള എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അത് ലേലം വിളിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴേ എനിക്ക് വീടിൻ്റെ ഒരു വീട് വെക്കാനായതുകൊണ്ട് തന്നെ, ഞാൻ ഇപ്പോഴേ ചിട്ടിക്ക് ചേരുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ എൻ്റെ കേസ് പറയുകയാണ്, ഞാൻ ഏറ്റവും അവസാനമായിരിക്കും ചിട്ടി പിടിക്കാനായിട്ട് നോക്കുക. എനിക്ക് അവസാനം മതി ചിട്ടി, എനിക്ക് കടമായിട്ട് വരുത്തി വെക്കേണ്ട, എനിക്ക് സേവ് ചെയ്ത് വീട് വയ്ക്കാനാണ്. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് എമൗണ്ടായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചിട്ടി എടുക്കുന്നു. ചിട്ടി കിട്ടിയാൽ എനിക്ക് ഞാൻ എത്ര രൂപ അതിൽ നിന്ന് കിട്ടും? എനിക്ക് ചിട്ടിയിൽ നിന്ന് 50,000, അതായത് 5% KSFEയുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ KSFEയുടെ കമ്മീഷൻ 5% എന്ന് പറയുന്നത് 50,000 രൂപ. അത് കഴിഞ്ഞ് 9,50,000 രൂപയായിരിക്കും എനിക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പം ചിട്ടിയൊക്കെ, അപ്പോൾ ഈ ചിട്ടി കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്ര അടയ്ക്കുന്നില്ല, അല്ലേ? നമ്മൾ അത്ര അടയ്ക്കുന്നില്ല. അതായത് 10 ലക്ഷം രൂപ മൊത്തം നമ്മൾ അടയ്ക്കുന്നില്ല. കുറച്ച് നമ്മൾ ഡിവിഡൻഡ് കിട്ടുന്ന അനുസരിച്ച് കുറച്ച് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. കുറച്ചൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യവും കടവില്ലാതെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും.
അങ്ങനെ 40 മാസം കൊണ്ട് എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് സെറ്റാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലോണിൻ്റെ കേസ് നോക്കാം. ലോണിൻ്റെ കേസ് നോക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അത്രയും പോപ്പുലറായ ഒരു ബാങ്ക് SBI ആണ്. നമുക്ക് അതായിട്ട് ചൂസ് ചെയ്യാം. SBIയിൽ ഇപ്പോൾ പലിശ നിരക്ക് എന്ന് പറയുന്നത് 8.25 ആണ് ഹോം ലോണ്. അപ്പം ഞാൻ ചെന്ന് ഒരു 10 ലക്ഷം രൂപ SBIയിൽ നിന്ന് ഹോം ലോണായിട്ട് എടുക്കുന്നു. 10 ലക്ഷം രൂപയാണ് ഞാൻ എടുക്കുന്നത്. 10 വർഷത്തെ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇയർ കൊടുക്കണമല്ലോ. അപ്പോൾ 10 വർഷത്തെ ഇതിൽ ഞാൻ 10 ലക്ഷം രൂപ 8.25 പലിശയിൽ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് വരുന്ന മാസം അടവെന്ന് പറയുന്നത് 12,625 രൂപയാണ്. 10 വർഷത്തിനകത്ത് ഞാനിത് അടച്ച് തീർക്കുന്നുണ്ട്. കറക്റ്റ് അടച്ച് തീർക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് അടച്ച് തീർക്കുന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം അടയ്ക്കുന്നതായിരിക്കും 14,71,000 സംതിങ് ആയിരിക്കും ഞാൻ എന്തിൻ്റെ ടോട്ടൽ എമൗണ്ടായിട്ട് 10 വർഷം കൊണ്ട് അടയ്ക്കുന്നത്. KSFE ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഹാർമണി ചിട്ടിയിൽ നമുക്കിപ്പോൾ ചേരാനായിട്ടുള്ള അവസരമുണ്ട്. അതായത് ഒരുപാട് സമ്മാനങ്ങൾ ആ ചിട്ടിയിൽ KSFE ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും സമ്മാനങ്ങൾ KSFE ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മെഗാ സമ്മാനം എന്ന് പറഞ്ഞാൽ ചിട്ടിയിൽ ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂർ യാത്ര അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ് KSFE പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5-ൽ ഒരാൾ ബ്രാഞ്ച് തലത്തിൽ 5-ൽ ഒരാൾക്ക് ഫ്യൂൽ കാർഡ്, അതായത് 1,500 രൂപ വിലയുള്ള ഫ്യൂൽ കാർഡ്, അങ്ങനെ ഒട്ടനേക സമ്മാനങ്ങൾ KSFE പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ചിട്ടി ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള KSFE ശാഖയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേരാവുന്നതാണ്. അപ്പം ഇതാണ് ലോണും ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആർക്കാണോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും തീർച്ചയായും നമ്മൾ ലോണാണോ ചിട്ടിയാണോ എന്ന് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ലോങ് ടേം ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചിട്ടി തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.